ഡിയേഴ്സ് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്നുള്ളതായിരുന്നു നാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രൈസിലുണ്ടാകുന്ന വ്യത്യാസം സപ്ലൈയിൽ എത്രമാത്രം അളവ് സപ്ലൈ വ്യത്യാസമുണ്ടാകുന്നു, ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് എന്നുള്ളതായിരുന്നു ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്നുള്ളത് പറഞ്ഞത്. അപ്പോൾ അതിൽ നമ്മൾ രണ്ട് ടൈപ്പ് പഠിച്ചു. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈയും പഠിച്ചു, അതുപോലെ തന്നെ പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് സപ്ലൈയും ഡിസ്കസ് ചെയ്തു. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ അതുപോലെ തന്നെ പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് സപ്ലൈ ഇത് രണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മൾ ഓൾറെഡി പറഞ്ഞു. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ ഇവിടെ പ്രൈസിൽ ചെറിയൊരു വ്യത്യാസം അല്ലെങ്കിൽ നേരിയ ലിറ്റിൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നോ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ സപ്ലൈയിൽ എന്തുണ്ട്, സപ്ലൈ അനന്തമായിട്ട് ഇൻഫിനിറ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതാണ് എന്ത് പറയുന്നത്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറഞ്ഞത്. ഇനി പ്രൈസിൽ എന്ത് വ്യത്യാസം ഉണ്ടായാലും അതെന്തിനെ അഫക്റ്റ് ചെയ്യില്ല, സപ്ലൈനെ അഫക്റ്റ് ചെയ്യില്ല. എന്ത് ചെയ്യില്ല, അപ്പോൾ അതാകുന്നത് പറയുന്നത് പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്നത്. പ്രൈസ് കൂടിയാലും പ്രൈസ് കുറഞ്ഞാലും സപ്ലൈക്ക് എന്ത് ചെയ്യില്ല, ഒരു മാറ്റവും ഇല്ല. അവിടെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്താണ്, 0 എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതാകുന്നു യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ. നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ നിങ്ങൾക്ക് കേട്ടതിന് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 1. അതാണ് യൂണിറ്ററി. ആ ഒരു ടേം എന്ത് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ അവിടെ യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയുമ്പോൾ യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ അല്ലെങ്കിൽ യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി എന്ന് ചെയ്യുന്നുണ്ട്, ഇതിനെ അറിയപ്പെടുന്നുണ്ട്. യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി എന്നും അറിയപ്പെടും. ഇവിടെ this is a situation where the rate of change in supply is equal to rate of change in price. എന്താണ് പറഞ്ഞത്, റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ സപ്ലൈയിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്താവും, ഈക്വൽ ആയിരിക്കും എന്തിനും, ചേഞ്ച് ഇൻ പ്രൈസിലുള്ള വ്യത്യാസവും. അതായത് പ്രൈസ് എത്രയാണോ ചേഞ്ച് ചെയ്യുന്നത് അത് തന്നെ ആയിരിക്കും എന്തിലുണ്ടാവുന്നത്, സപ്ലൈയിലും ഉണ്ടാവുന്നത്. അതാണ് എന്ത് പറയുന്നത്, രണ്ടും ഈക്വൽ ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, അവിടെ ഈക്വൽ ആണ്. യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഈക്വൽ ആണ് വരുന്നത്. അതായത് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഡയഗ്രം നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ പ്രൈസ് എത്രയാണോ ഇൻക്രീസ് ചെയ്യുന്നത് അത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്വാണ്ടിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നത്. അതായത് ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, സപ്ലൈയും ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത്, ഈ ഒരു യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈയിൽ പറയുന്നത്. നമുക്കറിയാം പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സപ്ലൈ ഇൻക്രീസ് ചെയ്യും. അതാണല്ലോ പ്രൈസും സപ്ലൈ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഡയറക്റ്റ് റിലേഷൻഷിപ്പ് അല്ലേ. അപ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതേ എമൗണ്ട് തന്നെ എന്ത് ചെയ്യും, സപ്ലൈയും ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് ഇത് പറയുന്നത്, യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്നത്. പ്രൈസ് 10% കൂടുകയാണെങ്കിൽ അതുപോലെ തന്നെ എന്ത് ചെയ്യും, ഈ ഒരു ക്വാണ്ടിറ്റി സപ്ലൈ എന്ത് ചെയ്യും, 10% ഇൻക്രീസ് ചെയ്യും അല്ലെങ്കിൽ 10% കൂടും. അതാണെന്ന് പറയുന്നത് ഈ ഒരു യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്നത്. അതായത് ഇൻ ദ ഗിവൺ ഡയഗ്രാം ഫിഗർ 21 OS ഈസ് ദ സപ്ലൈ കർവ്. അതായത് നമുക്ക് തന്നുള്ള ഈ ഒരു 21 എന്നുള്ള ഈ ഒരു ഫിഗറിൽ OS എന്ന് പറയുന്നത് എന്താണ്, ഇതാണ് OS, ഇതാണെന്ത് OS, ഇതാണെന്ത് സപ്ലൈ കർവ്. OS എന്നുള്ളത് എന്താണ്, സപ്ലൈ കർവാണ്. അതുപോലെ തന്നെ it can be seen that proportionate change in price and proportionate change in the quantity supplied are equal. അതായത് എന്താണ് പറയുന്നത്, ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസും അതുപോലെ തന്നെ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് എന്താണ് ഇവിടെ ഈക്വൽ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണെന്ത്, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ് ഇൻക്രീസ് ചെയ്തത് കണ്ടോ, ഇത് എന്തിനു തുല്യമാണ്, ഈ ഒരു സപ്ലൈ ഇൻക്രീസ് ചെയ്തതിനും തുല്യമാണ്. പ്രൈസ് എത്രയാണോ ഇൻക്രീസ് ചെയ്യുന്നത് അത് തന്നെയാവും എന്ത് ചെയ്യുന്നത്, സപ്ലൈയിലും ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വ്യത്യാസം ഉണ്ടാവുന്നത്. അതാണ് ഇതിൽ പറയുന്നത് യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്നത്. ഇവിടെ ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 1 എന്നുള്ളതാണ് എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്ത് വെക്കുക, ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 1. അതുപോലെ നെക്സ്റ്റ് ടൈപ്പ് ആകുന്നു റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ അല്ലെങ്കിൽ ഹൈ ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്നത്. ഇവിടെ എന്താവും, വെൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ സപ്ലൈ ഈസ് മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ് ഇറ്റ് ഈസ് കോൾഡ് എ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ. അതായത് പ്രൈസ് ഉണ്ടാകുന്ന വ്യത്യാസം അതിനേക്കാൾ കൂടുതലായിട്ട് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ട്, സപ്ലൈയിൽ വ്യത്യാസം വരുന്നുണ്ട്. അതാണ് ഇതിൽ പറയുന്നത് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്നത്. ഇലാസ്റ്റിസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 1. ഇവിടെ എന്താണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നതാണ് ഗ്രേറ്റർ ദാൻ 1. അതായത്
ഈ ഒരു കേസിൽ നിന്ന് എക്സാമ്പിൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു കമ്മോഡിറ്റിൻ്റെ പ്രൈസ് 10% കൂടുകയാണെങ്കിൽ അതിൻ്റെ കാരണമായിട്ട് എന്ത് ചെയ്യും, ആ കമ്മോഡിറ്റിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് 20% എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതാണ് പറയുന്നത് ഈ ഒരു റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്നത്. ഇത് 10% കൂടുതലെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ 20%, അതിന് ഡബിളായിട്ട് എന്ത് ചെയ്യും, മോർ ദാൻ, അതായത് ഈ ഒരു എത്രയാണോ പ്രൈസ് അപ്പോൾ proportionate change in the quantity of supply is more than proportionate change in price. അതായത് അങ്ങനത്തെ പറഞ്ഞതാണ് ഇവിടെ proportionate change in quantity of supply is more than proportionate change in price. പ്രൈസിൽ ഉണ്ടായ വ്യത്യാസത്തേക്കാൾ കൂടുതൽ എന്ത് വന്നിട്ടുണ്ട് ഇവിടെ സപ്ലൈയിൽ ആ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. പ്രൈസിലുള്ളതിനേക്കാൾ കൂടുതൽ എവിടെ വന്നിട്ടുണ്ട്, ഈ ഒരു സപ്ലൈ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൽ പറയുന്നത് ഈ ഒരു റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈയിൽ പറയുന്നത്. ഹെൻസ് അല്ലെങ്കിൽ ഹിയർ ഇലാസ്റ്റിസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 1. ഇവിടെ എന്താണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നതാണ് ഗ്രേറ്റർ ദാൻ 1. നിങ്ങൾ ഓർത്തുവൊക്കെ ഗ്രേറ്റർ ദാൻ 1 വരുമ്പോൾ എങ്ങനെയാണ്, സപ്ലൈ കൂടുകയാണ്, അതായത് ഹൈലി ഇലാസ്റ്റിക് സപ്ലൈ ആണ് വരുന്നത്. ഹൈലി ആ ഒരു വേർഡ് എന്തായിരുന്നു ഓർത്തു, ആ ഹൈലി എന്ന് വന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 അങ്ങനെ എന്ത് ചെയ്യാതെ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ടൈപ്പ് ആകുന്നു ഫിഫ്ത്ത് ടൈപ്പ്, റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ അല്ലെങ്കിൽ ലെസ് ഇലാസ്റ്റിക് സപ്ലൈ. റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ എന്താണ്, നമ്മൾ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ പഠിച്ചില്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതാണ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ. ഇവിടെ വെൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ ഈസ് ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. അതായത് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈ എന്നുള്ളത്, അതായത് ഈ ഒരു ചേഞ്ച് എന്താണ്, കുറവാണ്. എന്തിനേക്കാൾ കുറവാണ്, ഈ ഒരു പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസിനേക്കാൾ പ്രൈസിലുള്ള ചേഞ്ചിനേക്കാൾ കുറവാണെന്ത് ഈ ഒരു സപ്ലൈയിലുള്ള ചേഞ്ച് എന്നുള്ളതാണ് പറയുന്നത്. റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഓർ ലെസ് ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്നത്. ഇവിടെ ഇലാസ്റ്റിക് എന്ന് പറയുന്നതാണ്, ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു ലെസ് ദാൻ 1 കുറവാണ്. കാരണം ഇവിടെ പ്രൈസാണ് എന്ത് വരുന്നത്, കൂടുതൽ വരുന്നത് എന്തിനേക്കാൾ, ഈ ഒരു ക്വാണ്ടിറ്റി സപ്ലൈനേക്കാൾ കുറവ്. അതായത് ഈ ഒരു കേസിൽ പറയുന്നത് വളരെ ഈസിയാണ്, ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കമ്മോഡിറ്റിൻ്റെ പ്രൈസ് 10% കൂടുമ്പോൾ അതിൻ്റെ കാരണമായിക്കൊണ്ട് ആ ഒരു കമ്മോഡിറ്റിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ എന്നുള്ളത് എന്ത് ചെയ്യും, 5% കൂടുന്നുള്ളൂ. അതായത് ഇതാണ് എന്ത് കൂടുതലായിട്ട് വരുന്നത്, ഇതെന്താണ് കുറവാണ്. അതാണ് പറയുന്നത് എന്താണ്, ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ ഈസ് ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസിലുണ്ടായ വ്യത്യാസത്തിനേക്കാൾ കുറവാണെന്ന് വരുന്നത് ഈ ഒരു സപ്ലൈയിലുള്ള വ്യത്യാസം. അതാകുന്നതിൽ പറയുന്നത് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ അല്ലെങ്കിൽ ലെസ് ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കാം, ഇൻ ദ ഗ്രാഫ് ഫിഗർ 23 SS ഈസ് ദ സപ്ലൈ കർവ്. നമുക്കറിയാം എന്താണ് ഇവിടെ SS എന്നുള്ളത് എന്താണ്, സപ്ലൈ കർവ് ആകുന്നു. SS ഈസ് ദ സപ്ലൈ കർവ്. എന്നിട്ട് പറഞ്ഞത് ഹിയർ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ സപ്ലൈ ഈസ് ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. അതായത് എന്താണ്, പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ സപ്ലൈ എന്നുള്ളത്, സപ്ലൈയിലുള്ള ആ ഒരു വ്യത്യാസം അതെന്താണ് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസിനേക്കാളും കുറവാണ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇവിടെ എന്താണ്, ഈ ഒരു സപ്ലൈയിലുള്ള വ്യത്യാസം എന്താണ്, വളരെ കുറവാണ്. എന്തിനേക്കാൾ കുറവാണ്, ഈ ഒരു പ്രൈസിലുള്ള വ്യത്യാസത്തിനേക്കാൾ കുറവാണെന്ത് ഈ ഒരു സപ്ലൈയിലുള്ള വ്യത്യാസം. അതാണ് ഇതിൽ പറയുന്നത് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്നത്. ഇവിടെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഈസ് ഈക്വൽ ടു ലെസ് ദാൻ 1. ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു എന്നുള്ളതാണ്, ES ഈസ് ഈക്വൽ ടു ലെസ് ദാൻ 1 എന്നുള്ളതാണ് എന്ത് ഈ ഒരു റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈയിൽ വരുന്നത്. അപ്പോൾ ഇത്രയാകുന്നു ഈ ഒരു 5 ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയിൽ വരുന്നത്. ഒന്നാമത്തെ കേസ് നമ്മൾ പഠിച്ചാൽ എന്താണ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ. അവിടെ നമ്മൾ പഠിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നതാണ് ഇൻഫിനിറ്റ്. പ്രൈസിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായാൽ സപ്ലൈയിൽ എന്ത് ചെയ്യും, അനന്തമായിട്ട് എന്ത് വരും, ഇവിടെ ഡിഫറൻസ് വരും അല്ലെങ്കിൽ വ്യത്യാസം വരും. അവിടെ എന്താണ്, ഹൊറിസോണ്ടൽ ആയിട്ടാണ് എന്ത് വരുന്നത്, ആ ഒരു സപ്ലൈ കർവ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് പറഞ്ഞ എന്തായിരുന്നു, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ. അവിടെ എന്താണ്,
പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും സപ്ലൈയിൽ എന്ത് ചെയ്യില്ല, ഒരു മാറ്റവും വരില്ല, ഒരു ചേഞ്ചസും ഉണ്ടാവില്ല. അതാണ് എന്ത് പറയുന്നത് ഈ ഒരു പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് സപ്ലൈയിൽ പറഞ്ഞത്. അതപ്പോൾ അവിടെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്താണ്, 0 ആയിരുന്നു. അതുപോലെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന എന്തായിരുന്നു, തേർഡ് ടൈപ്പ് യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ. യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ പറഞ്ഞാൽ എന്താണ്, ഈക്വലായിട്ട്, അതായത് സപ്ലൈയും അതുപോലെ തന്നെ പ്രൈസും ഈക്വലായിട്ട് എന്ത് വരാണ്, വ്യത്യാസം വരികയാണെങ്കിൽ ചേഞ്ച് ഇൻ സപ്ലൈ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ പ്രൈസ്. എത്രയാണോ പ്രൈസ് ചേഞ്ച് ചെയ്തത് അതിനനുസരിച്ച് തന്നെ എന്ത് ചെയ്യും, അത് തന്നെ എന്ത് ചെയ്യും, ക്വാണ്ടിറ്റി സപ്ലൈയിലും വ്യത്യാസം വരും. അതാണ് എന്ത് ഈക്വലായിട്ട്, രണ്ടും ഈക്വൽ, ചേഞ്ച് ഇൻ സപ്ലൈയും ചേഞ്ച് ഇൻ പ്രൈസും എന്താണ് ഈക്വൽ. ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. നിങ്ങളുടെ ലാംഗ്വേജിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. അപ്പോൾ യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്നത് എന്താ ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്ത് വെക്കുക, ഇയർ അല്ലെങ്കിൽ ദിസ് ഈസ് ദ സിറ്റുവേഷൻ വേർ ചേഞ്ച് ഇൻ സപ്ലൈ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പ്രൈസ്. ആ ഒരു പോയിൻ്റാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ എഴുതി വെക്കേണ്ടത്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞത് ഫോർത്ത് ടൈപ്പ് പറഞ്ഞാൽ എന്താണ്, റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ. ഇവിടെ എന്താണ് പറഞ്ഞത്, നമുക്കറിയാം പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ സപ്ലൈ ഈസ് മോർ ദാൻ പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. അതായത് പ്രൈസിലുള്ള ഡിഫറൻസിനേക്കാളും കൂടുതൽ എന്ത് വരുന്നുണ്ട്, സപ്ലൈയിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ 10% പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ 20% എന്ത് ചെയ്യും, സപ്ലൈ ഇൻക്രീസ് ചെയ്യും. ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 1 ആണ് ഇതിൽ പറയുന്നത്, റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈയിൽ പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് പറഞ്ഞത് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ അല്ലെങ്കിൽ ലെസ് ഇലാസ്റ്റിക് സപ്ലൈ. അവിടെ എന്താണ്, നേരെ ഓപ്പോസിറ്റ്. എന്താണ്, പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ ഈസ് ലെസ് ദാൻ പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. അതായത് ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈയിലുള്ള വ്യത്യാസം എന്താണ്, പ്രൈസിനേക്കാളും കുറവാണ്. ഇവിടെ പ്രൈസ് എന്താണ്, ഒരു 10% ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിലും കുറവായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നത്. 5% എന്ത് ചെയ്യുന്നുള്ളൂ, സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. അതൊരു എക്സാമ്പിൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്ത് വെക്കുക. അതാണ് എന്തിൽ പറയുന്നത്, ഈ ഒരു റിലേറ്റീവ്ലി ഇൻ ഇലാസ്റ്റിക് സപ്ലൈയിൽ പറയുന്നത്. ഈ ഒരു കേസിൽ ഇലാസ്റ്റിസിറ്റി പറയുന്നത് എന്താണ്, ലെസ് ദാൻ 1, ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു ലെസ് ദാൻ 1 എന്നുള്ളതാണ് ഈ ഒരു റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈയിൽ വരുന്നത്. അപ്പോൾ ഇത്രയാകുന്ന പ്രധാനമായിട്ടും വരുന്ന 5 ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയിൽ വരുന്നത്. നല്ലപോലെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഫസ്റ്റ് പഠിച്ചത് എന്താണ്, പെർഫെക്റ്റ്, നമ്മൾ ഡിമാൻഡിൻ്റെ കേസ് പഠിച്ചില്ല, ഇലാസ്റ്റിസിറ്റി, അത് തന്നെ പഠിച്ചാൽ എന്താ നിങ്ങൾക്ക് ഇതും എഴുതി വെക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് പഠിച്ചാൽ മതി, രണ്ടും കിട്ടും. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ, അതുപോലെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ, യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ, റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ, റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ. ഒരു തവണ എന്താ നിങ്ങൾ കാണാതെ ഈ ഒരു 5 ടൈപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, അതിൻ്റെ ഡയഗ്രാംസ് ഒക്കെ നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിയുമോ, കാണാതെ നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിയുമോ, എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് നോക്കുക, ഒന്ന് വരച്ച് നോക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് ഒരു നോട്ട് ബുക്കിൽ അല്ലെങ്കിൽ ഒരു റഫ് പേപ്പറിലൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് വരച്ച് നോക്കുക, അതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ. അതുപോലെ ഡിമാൻഡിനാണ് വളരെ ഇമ്പോർട്ടൻറ്റ്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഡിമാൻഡിന് എന്താ നിങ്ങൾ അത് വരച്ച് നോക്കുക, അത് കിട്ടുന്നുണ്ടോ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇന്റേണൽ എക്സാമിന് എന്ത് ചെയ്യുക, നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ട് നല്ല മാർക്ക് എല്ലാവരും സ്കോർ ചെയ്യുക. അപ്പോൾ ഇത്രയാകുന്നു ഈ ഒരു ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയിൽ വരുന്നത്.